വെൽക്കം ടു ഹെൽപ്പ് ഇറ്റ് ലൈവ്. നമ്മൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ടോപ്പിക്സ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ചാപ്റ്റർ 2 നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കുറച്ച് ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത്. ആ ടോപ്പിക്സ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ ആ ടോപ്പിക്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ആക്ച്വലി നമ്മൾ ആ ടോപ്പിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് വലിയൊരു ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് മിക്കവാറും എല്ലാ ചാപ്റ്ററിലും തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിക്കവാറും ഫുള്ള് മാർക്ക് തന്നെ വാങ്ങിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും എല്ലാം ഞാൻ ഈ ചാപ്റ്ററിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓരോ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ വി ആർ സ്ട്രേറ്റ് അവേ ഗോയിങ് ഇൻ ടു ദ ചാപ്റ്റർ അറേസ്. ഈ ഒരു ചാനലിൽ അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പല ഭാഗങ്ങളായിട്ട് കംപ്ലീറ്റ് ചാപ്റ്റർ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും അറേസിനെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഫോക്കസ് പോയിന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ചെയ്യുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അറേസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ദ സെയിം ടൈം. ഒരേപോലെയുള്ള എലമെന്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ അറേസ് എന്ന് പറയുക. അത് മെമ്മറിയിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അറേയിലെ ഓരോ എലമെന്റിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറേയുടെ പൊസിഷനാണ് ഉപയോഗിക്കുന്നത്. ആ പൊസിഷനെ നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്നോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്നോ പറയും. ഒരു അറേനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സിൻടാക്സ് ഉണ്ട്. അപ്പോൾ ആ സിൻടാക്സ് നമ്മൾ വളരെ കൃത്യമായിട്ട് കാണാതെ തന്നെ പഠിക്കണം. ദാറ്റ് ഇസ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പാണ്. അതായത് ഇൻറ്റ്, ഫ്ലോട്ട്, ക്യാർ അങ്ങനെ ഏതെങ്കിലും ആണ് ഡാറ്റ ടൈപ്പായിട്ട് വരിക. അറേ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പക്ഷേ ഒരു വാലിഡ് ഐഡന്റിഫയർ ആയിരിക്കണം. ഐഡന്റിഫയറിന്റെ റൂൾസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പോൾ ആ സൈസാണ് അറേയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം നമുക്ക് കണക്കാക്കാൻ സഹായിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു അറേ ഡിക്ലറേഷൻ ആണ്. നോക്കുക, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ, അറേ നെയിം മാർക്ക്, സൈസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, മാർക്ക് എന്ന് പറഞ്ഞാൽ അറേ, അതിൽ 5 എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റത്തെ എലമെന്റ് എന്ന് പറഞ്ഞാൽ മാർക്ക് ഓഫ് 0 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുക, മാർക്ക് ഓഫ് 0 നമ്മൾ ഇങ്ങനെ എഴുതുക. ഇതാണ് ഫസ്റ്റ് എലമെന്റ്. മാർക്ക് ഓഫ് 1, ഈ 1 നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുക മാർക്ക് ഓഫ് 1 ആണ്, അത് സെക്കൻഡ് എലമെന്റ്. മാർക്ക് ഓഫ് 2 തേർഡ് എലമെന്റ്. മാർക്ക് ഓഫ് 3 ഫോർത്ത് എലമെന്റ് ആൻഡ് മാർക്ക് ഓഫ് 4 ഫിഫ്ത്ത് എലമെന്റ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അറേയുടെ സൈസ് 5 ആണെങ്കിൽ ലാസ്റ്റ് എലമെന്റ് 4 ആയിരിക്കും, അല്ലെങ്കിൽ മാർക്ക് ഓഫ് 4 ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേയുടെ സബ്സ്ക്രിപ്റ്റ് എപ്പോഴും തുടങ്ങുക 0 എന്നായിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അറേയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0-ലാണ്. അപ്പോൾ ഒരു അറേ സൈസ് 100 ആണെങ്കിൽ അറേയുടെ ലാസ്റ്റ് എലമെന്റിന്റെ ആ പൊസിഷൻ 99 ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള അടുത്ത ടോപ്പിക്ക് ആക്സസിങ് അറേ എലമെന്റ്സ് ആണ്. ആക്സസിങ് അറേ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അറേയിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുക. അതിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇൻപുട്ടിങ്ങോ ഔട്ട്പുട്ടിങ്ങോ നടത്താം. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഒരു അറേ കൺസിഡർ ചെയ്യുക ഇൻ മാർക്ക് ഓഫ് 5. അപ്പം അതിലുള്ള അറേ എലമെന്റ്സിനെ നമ്മളൊരു ഫോർ ലൂപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മെത്തേഡ് ഫോർ i = 0, i less than 5, i++ c in mark of 5. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫോർ i = 0, i less than 5, i++ c in mark of 5. ഇതിൻ്റെ വർക്കിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഐയുടെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും നമുക്കറിയാം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, 0 less than 5. സോ ഇറ്റ് ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോണത് സി ഇൻ മാർക്ക് ഓഫ് ഐ ആണ്. മാർക്ക് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 ആണ്. സോ മാർക്ക് ഓഫ് 0. അപ്പം നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന എലമെന്റ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ കീബോർഡിലൂടെ ഒരു 5 എന്നും പറഞ്ഞൊരു എലമെന്റ് എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുക. അത് പോയി വീഴുന്നത് മാർക്ക് ഓഫ് 0-ലാണ്. സോ മാർക്ക് ഓഫ് 0-ൽ പോയി 5 വീഴുന്നു. ഓക്കെ,
അതിനുശേഷം നിങ്ങൾക്ക് അറിയാം ഫോർ ലൂപ്പ് ആണ് ഐ പ്ലസ് പ്ലസ് നടക്കും. ഐ പ്ലസ് പ്ലസ് നടക്കുമ്പോൾ ഐയുടെ വാല്യൂ 1 ആവും. ഐയുടെ വാല്യൂ 1 ആയി കഴിയുമ്പോഴത്തേക്കും പിന്നത്തെ പ്രാവശ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ 5 എന്നാണ്. നമുക്കറിയാം 1 ലെസ് ദാൻ 5 ട്രൂ ആണ്. ഈ പ്രാവശ്യം എൻ്റർ ചെയ്യാൻ പോകുന്നത് സീൻ മാർക്ക് ഓഫ് 1 എന്നായിരിക്കും. അതായത് ഇതാണ് അറേയുടെ സെക്കൻഡ് എലമെന്റ്. ഇപ്പോൾ അറേയുടെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ പറഞ്ഞ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. അടുത്തത് 1 അങ്ങനെ 2 ആ ഒരു രീതിയിലായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ രണ്ടാമത് എൻ്റർ ചെയ്യുന്ന എലമെന്റ് അല്ലെങ്കിൽ വാല്യൂ പോയി വീഴുന്നത് മാർക്ക് ഓഫ് 1-ലായിരിക്കും. സോ മാർക്ക് ഓഫ് 1-ൽ നമ്മളിപ്പോൾ 10 എൻ്റർ ചെയ്യുന്നതായിരിക്കും, മാർക്ക് ഓഫ് 1-ൽ പോയി വീഴും. അപ്പോൾ അങ്ങനെ നമ്മൾ 5 എലമെന്റ്സ് എൻ്റർ ചെയ്യും. 5 എലമെന്റ്സ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും മാർക്ക് ഓഫ് 0-ൽ എൻ്റർ ചെയ്തു, മാർക്ക് ഓഫ് 1-ൽ എൻ്റർ ചെയ്തു. അടുത്തത് മാർക്ക് ഓഫ് 2 എന്ന് പറഞ്ഞ ഇതിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുക. അടുത്തത് മാർക്ക് ഓഫ് 3 ആണ്. നമ്മളങ്ങനെ മാർക്ക് ഓഫ് 4 വരെ എൻ്റർ ചെയ്തു. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആകുമ്പോഴാണ് മാർക്ക് ഓഫ് 4-ലേക്ക് വാല്യൂ എൻ്റർ ചെയ്യുക. ഐയുടെ വാല്യൂ 4 ആയി കഴിഞ്ഞ് പിന്നെ ഇവിടെ ഐ പ്ലസ് പ്ലസ് വന്നു എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 5 ആയി. അപ്പം പിന്നെ ലാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 5 ലെസ് ദാൻ 5 ആണോ എന്നാണ്. 5 ലെസ് ദാൻ 5 അല്ല, അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അറേയിലെ എല്ലാ എലമെന്റ്സിലേക്കും നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്തു. ഓക്കെ, എല്ലാ എലമെന്റ്സിലേക്കും വാല്യൂ ഇൻപുട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അറേയിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ ആക്സസ് ചെയ്തു. ഈ ഒരു ഫോർ ലൂപ്പാണ് ഞാനിപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമായിട്ടൊന്നും എഴുതേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോർ ലൂപ്പിന്റെ ഈ ഒരു കോഡ് സ്നിപ്പറ്റ് വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അതൊന്ന് എഴുതി പഠിക്കുക. എങ്ങനെയാണ് ആക്സസിങ് അറേ എലമെന്റ്സ് എന്ന് വെച്ചാൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് അറേയിലെ എല്ലാ എലമെന്റ്സിനും ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടും. നമ്മുടെ ഫോക്കസ് ഏരിയയിലെ അടുത്ത പോയിന്റ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിങ് അറേ ആണ്. നിങ്ങൾക്കറിയാം ക്യാരക്ടർ അറേ വെച്ചിട്ട് നമുക്ക് ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാരക്ടർ അറേ എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതുപോലെ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഗീത ഡബിൾ കോഡ്സിൽ അത് സ്ട്രിംഗ് ആണ്, ദുബായ് ഡബിൾ കോഡ്സിൽ അതൊരു സ്ട്രിംഗ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് വരുന്നതാണ് സ്ട്രിംഗ്. ഈ സ്ട്രിങ്ങിനെ അറേ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്യാരക്ടർ അറേ ആകുമ്പോഴത്തേക്കും ഏറ്റവും സ്ട്രിങ്ങിന്റെ ഏറ്റവും ലാസ്റ്റത്തെ എലമെന്റ് എപ്പോഴും ഒരു \0 ആയിരിക്കും, അല്ലെങ്കിൽ നൾ ക്യാരക്ടർ ആയിരിക്കും. അതായത് ഒരു സ്ട്രിങ്ങിന്റെ എൻഡ് പോയിന്റ് ആയി എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് \0. ഓക്കെ, ഒരു ക്യാരക്ടർ അറേനെ നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്യാരക്ടർ അറേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ char യൂസ് ചെയ്യുന്നു, അറേ നെയിം ആയിട്ട് നമ്മളിവിടെ നെയിം കൊടുക്കുന്നു, സൈസ് ആയിട്ട് ഇവിടെ 20 കൊടുക്കുന്നു. അപ്പം ക്യാരക്ടർ അറേയുടെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, സൈസ് 20 ആണെങ്കിൽ നമുക്ക് മാക്സിമം 19 ക്യാരക്ടേഴ്സിനെ അതിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലാസ്റ്റത്തെ ക്യാരക്ടർ ഒരു \0 ആയിരിക്കും. ഇപ്പം 19 ക്യാരക്ടേഴ്സിനെ വരെ നമുക്ക് 20 സൈസിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ക്യാരക്ടർ അറേ ഡിക്ലെയർ ചെയ്യുക. ഈ ക്യാരക്ടർ അറേയിലേക്കാണ് നമുക്ക് സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതും പഠിക്കേണ്ടതായിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണ് ഗെറ്റസ് ആൻഡ് പുട്ടസ്. ഗെറ്റസ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മളൊരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ സ്ട്രിങ്ങിനെ കറക്റ്റ് ആയിട്ട് വൈറ്റ് സ്പേസ് അടക്കം നമുക്ക് ഇൻപുട്ട് ആവാൻ, അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് അടക്കം നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റസ്. നമ്മളിവിടെ വൈറ്റ് സ്പേസിന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം ഇത്രയേ ഉള്ളൂ. സീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ, സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ അറേ നെയിം ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് സ്പേസ് വരെയുള്ള സ്ട്രിങ്ങിനെ അത് റീഡ് ചെയ്യുള്ളൂ. അപ്പോൾ വൈറ്റ് സ്പേസ് കഴിഞ്ഞ സ്ട്രിങ് ഉണ്ടെങ്കിൽ അതിനെ റീഡ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുട്ടസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതൊരു സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മോണിറ്ററിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പുട്ടസ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ളത് തന്നെയാണ്, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ്. ഡാഷ് ക്യാരക്ടർ സ്റ്റോർഡ് അറ്റ് ദ എൻഡ് ഓഫ് സ്ട്രിങ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഒരു സ്ട്രിങ്ങിന്റെ അറ്റത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന \0 അല്ലെങ്കിൽ നമുക്ക് അതിനെ നൾ ക്യാരക്ടർ എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഡിഫൈൻ ആൻ അറേ, റൈറ്റ് C++ സ്റ്റേറ്റ്മെന്റ് ടു ഡിക്ലെയർ എ ക്യാരക്ടർ അറേ ഓഫ് സൈസ് 20. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. കാരണം അറേ നമുക്ക് തന്നേക്കുന്ന ലിമിറ്റഡ് പോർഷൻസിൽ നിന്ന് ഇത് എന്തായാലും ചോദിക്കും. അപ്പം അറേ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് അറേ ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ് വിച്ച് ക്യാൻ ഹോൾഡ് സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സ്. അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷനിൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഒരു ക്യാരക്ടർ അറേ ഓഫ് സൈസ് 20 ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക char array name of 20.
അപ്പോൾ ഇവിടെ അറേ നെയിം ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നെയിമാണ് കൊടുത്തേക്കുന്നത്. char name of 20 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്യാരക്ടർ അറേ. മൂന്നാമത്തത് റൈറ്റ് C++ സ്റ്റേറ്റ്മെന്റ്സ് ടു സ്റ്റോർ ദ സ്ട്രിംഗ് വെൽക്കം ഇൻ ദ സെയിം അറേ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അറേയിൽ വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യണം. അതിന് വേറെ ഒന്നുമില്ല, char name of equals to വെൽക്കം എന്ന് കൊടുത്താൽ മതി. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ പർട്ടിക്കുലർ സൈസ് ഇവിടെ കൊടുക്കണം എന്നില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ അറേയിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അടുത്തത് ഒരു കോഡ് തന്നിട്ടുണ്ട്, ഒരു എ സെക്ഷനും ബി സെക്ഷനും. എ സെക്ഷനിൽ നമ്മൾ ഇവിടെ char name of 20 എന്ന് പറയുമ്പോൾ നെയിം ഒരു ക്യാരക്ടർ അറേ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാരക്ടർ അറേ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യണത്, ഔട്ട്പുട്ട് ചെയ്യണത്. അപ്പോൾ സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ നെയിം, ഇവിടെ നമ്മൾ സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഗെറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് ആ രണ്ടെണ്ണത്തിലും നമ്മൾ ഇൻപുട്ട് ചെയ്ത സ്ട്രിങ്ങിനെ ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ഭാഗം കൂടിയുണ്ട്. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന സ്ട്രിങ് ന്യൂ ഡൽഹി ആണെങ്കിൽ, അതായത് ന്യൂ സ്പേസ് ഡൽഹി എന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആൻസർ എന്ത്, രണ്ടാമത്തെ ആൻസർ. അപ്പോൾ എ പാർട്ടിൽ പ്രിന്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ന്യൂ ഡൽഹി ആണ്. ന്യൂ ഡൽഹി പോയിട്ട് നെയിമിൽ പോയി വീഴണം. പക്ഷേ ഞാൻ പറഞ്ഞു സീൻ ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പേസ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിൽക്കും. അപ്പോൾ ആദ്യത്തെ കേസിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എന്നായിരിക്കും, കാരണം സ്പേസ് റീഡ് ചെയ്യില്ല. പക്ഷെ രണ്ടാമത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റസ് എന്ന് പറയുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഗെറ്റസിന്റെ ഒരു പ്രത്യേകത, ഒരു സ്ട്രിങ്ങിലുള്ള സ്പേസ് കൂടി അത് റീഡ് ചെയ്യും. സോ ഇൻപുട്ടിലായിട്ട് കംപ്ലീറ്റ് നെയിമിലേക്ക് ന്യൂ ഡൽഹി വരും. സോ അതിന്റെ ഔട്ട്പുട്ട് ന്യൂ ഡൽഹി എന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓർക്കുക, സ്പേസിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗെറ്റസ് യൂസ് ചെയ്യുന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു അറേ വിത്ത് 25 സൈസ്, ഒരു സ്റ്റുഡൻറ്റിന്റെ പേര് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ക്യാരക്ടർ അറേ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. char name of 25 എന്ന് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. അപ്പം നെയിം ഓഫ് 25 എന്ന് പറഞ്ഞ് ഞാൻ വായിച്ചെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, നെയിം സൈസ് 25. നമ്മൾ വായിക്കുമ്പോൾ നെയിം ഓഫ് 25 എന്ന് വായിക്കും. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ അലൊക്കേഷൻ ഓഫ് സ്ട്രിങ് ടേക്സ് പ്ലേസ് ഇൻ മെമ്മറി. അതായത് മെമ്മറിയിൽ സ്ട്രിങ്ങിന്റെ അലൊക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ഓരോ ക്യാരക്ടറിൽ, സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടറിനും ഒരു ബൈറ്റ് ആണ് യൂസ് ചെയ്യുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്ട്രിങ്ങിലെ ലാസ്റ്റ് ക്യാരക്ടർ \0 ആണ്, അതിനും ഒരു ബൈറ്റ് മെമ്മറി തന്നെയായിരിക്കും എടുക്കുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് ആണെങ്കിൽ HELLO 5 സൈസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു \0 കൂടി വരും. അപ്പം ടോട്ടൽ 6 ബൈറ്റ്സ് മെമ്മറി ആയിരിക്കും അതിന് യൂസ് ചെയ്യുക. എക്സ്പ്ലെയിൻ ഗെറ്റസ് ആൻഡ് പുട്ടസ് ഫംഗ്ഷൻസ്. നമ്മൾ ഓൾറെഡി നോട്ട്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു ഗെറ്റസും പുട്ടസും. ഗെറ്റസ് ഇൻപുട്ട് ഫംഗ്ഷൻ ആണ് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് സ്പേസിനെ കൂടി അത് റീഡ് ചെയ്യും. അതിൻ്റെ സിൻടാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ടസ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ്, ഒരു സ്ട്രിങ്ങിനെ മോണിറ്ററിലേക്കോ ഔട്ട്പുട്ട് ഡിവൈസിലേക്കോ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതിൻ്റെ സിൻടാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും സംഭവങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉള്ളത്. ആ ഫോക്കസ് ഏരിയ ബേസ്ഡ് നോട്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് മാർക്സ് നിങ്ങൾക്ക് കിട്ടും. I am 100% sure, and wait for the next chapter. Thank you.